ഇവർ വനത്തിലേക്ക് തിരിച്ചു വിടുന്നില്ല, വനത്തിലേക്ക് ഈ ആനകളെ കയറ്റി വിടുന്നില്ല. കുറച്ച് കാട് കാണുന്നിടക്കെ ആനയെ തട്ടി വിട്ടിട്ട് വരുവാണ്. അതുകൊണ്ട് പരിഹാരമാകുന്നില്ല. ആനയെ പരിപൂർണമായിട്ടും ഇവിടെ നിന്ന് തുടച്ചു നീക്കണം. ഒന്നെങ്കിൽ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ കാട്ടിലേക്ക് ഇവിടുന്ന് ആനയെ കയറ്റിവിടാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ സംവിധാനവും ഉപയോഗിച്ച് വനവകുപ്പിൻ്റെ എല്ലാവിധ വകുപ്പുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആനകളെ ലോറിയെ വരുത്തിക്കൊണ്ട് ലോറിയിൽ കയറ്റി വിടുക, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് തട്ടുക, എങ്കിലും ഇവിടെ പരിഹാരമാകും. അപ്പോൾ ഈ ഇത്രയും വലിയ കോടികൾ മുടക്കിയ ഈ ഒരു RRT ഓഫീസ് ഇവിടെ ഉണ്ടാക്കുമ്പോൾ എന്തിന് ഞങ്ങൾ ഈ പേടിച്ച് കഴിഞ്ഞ് ഈ അവർ ജനങ്ങൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ, ആവാസ സ്ഥലങ്ങളിലേക്ക് ഈ ആനയിൽ വിടുമ്പോൾ നമ്മൾ എന്തിനാണ് അവിടെ കിടക്കുന്നത്? ഈ RRT ഓഫീസിൽ വന്ന് കിടക്കുന്നതല്ലേ സുഖം. ഞങ്ങളെ വീടുകളൊന്നും ടൈലോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. 1-1.5 ലക്ഷം 2.5 ലക്ഷം രൂപയുടെ വീടുകളാണ് നമ്മളുള്ളത്. ഇത് നമുക്ക് സ്വപ്നം കാണാത്ത കെട്ടിടങ്ങളാണിത്. ഈ കെട്ടിടത്തിൽ വന്ന് നമ്മൾ അന്തി ഉറങ്ങുന്നതല്ലേ നല്ലത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഇവിടുന്നൊക്കെ ആനേനെ ഓടിച്ചിട്ട് അങ്ങോട്ട് വിടുന്നത്. ഇവിടെ ജീവിക്കുന്ന ആളുകൾ ആദിവാസികളാണ്. ഈ ആദിവാസികൾ മനുഷ്യരാണ്. അവർ മനുഷ്യരെന്ന നിലയിൽ ആ രീതിയിൽ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാ തലങ്ങളിലും, ഉദ്യോഗസ്ഥ തലങ്ങളിലും മന്ത്രി തലങ്ങളിലും ഒക്കെ ഉണ്ടാകണം. നമസ്കാരം. ഞാൻ ഇന്ന് വീണ്ടും ആറളം ഫാമിൽ തന്നെയാണുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് ആറളം ഫാമിൽ നടന്ന സംഭവങ്ങളൊക്കെ. ഒരു ഭർത്താവിനെയും ഭാര്യയും ആദിവാസികളായിട്ടുള്ള വൃദ്ധ ദമ്പതികളെ അവരെ കാട്ടാൻ അതിക്രൂരമായി അതിപൈശാചികമായി ചവിട്ടി അരച്ച് കൊലപ്പെടുത്തിയ ആ ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആറളം 13-ാം ബ്ലോക്കിൽ നടന്ന ആ ഒരു സംഭവ വികാസങ്ങളൊക്കെ കണ്ടാണ്, ആ പ്രക്ഷോഭങ്ങളൊക്കെ കണ്ടതാണ്. വലിയ തോതിലുള്ള പ്രക്ഷോഭമായിരുന്നു ഇവിടെ നടന്നത്. ജനങ്ങൾ റോഡൊക്കെ ഉപരോധിച്ചുകൊണ്ട് വലിയ പരിപാടിയായിരുന്നു. അവസാനം മന്ത്രി ഇടപെട്ടിട്ടാണ് ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയതും അവരുടെ മൃതദേഹം സംസ്കരിക്കാനായിട്ട് വിട്ടുകൊടുത്തത്. ഏകദേശം ഒരു 6-7 മണിക്കൂർ റോട്ടിൽ ആ മൃതദേഹം അവിടെ ബ്ലോക്കായി കിടന്നു. അപ്പോൾ അതുപോലെ വലിയൊരു സംഭവമായിരുന്നു അവിടെ നടന്നത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 5-6 ദിവസമായിട്ടുള്ളൂ. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് രാവിലെ വീണ്ടും ഇതേ 13-ാം ബ്ലോക്കിൽ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ്ടും ഒരു ദമ്പതികൾക്ക് കൂടി പരിക്ക് പറ്റിയിരിക്കുകയാണ്. പരിക്ക് ഒരാൾക്ക് ഗുരുതര പരിക്കാന്നൊക്കെ കേൾക്കുന്നു, കൃത്യമായിട്ട് അറിയത്തില്ല. അമ്പിളി എന്ന പേരുള്ളൊരു ചേച്ചിയും അവരുടെ ഭർത്താവ് ഷിജു, ഇങ്ങനെ 2 പേർക്കാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അവർ രാവിലെ അവരുടെ ജോലി സ്ഥലത്തേക്ക് ബൈക്കിൽ പോകുന്ന സമയത്താണ് ആന കോട്ടപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച്, ആറളം ഫാമിൽ തന്നെ കോട്ടപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചിട്ട് ആക്രമിക്കുകയായിരുന്നു. അതിൽ അമ്പിളി എന്ന് പറയുന്ന ചേച്ചീനെ എടുത്തെറിഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് ഇവിടെയുള്ള ആളുകളോട് ചോദിക്കാനായിട്ടാണ് പോവുകയാണ്. ഇവിടെ ആദിവാസി സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ RRT ഓഫീസ് ഇന്ന് ഉപരോധിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവിടെ അടുപ്പ് കൂട്ടി സമരമൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഏതായാലും ഇന്ന് ആ നടന്ന സംഭവത്തെക്കുറിച്ച് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേ പ്രദേശം തന്നെ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ RRT ഓഫീസിൻ്റെ മുമ്പിൽ ആ ഒരു എപ്പിസോഡ് നമ്മൾ കണ്ടാണ്. ഇവിടെ ഓഫീസിൻ്റെ മുമ്പിലും സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നും ഇവിടെ ഇവർ അടുപ്പ് കൂട്ടി വെച്ച് ഇവിടെ സമരം ചെയ്യാനായിട്ടുള്ള ഒരു പുറപ്പാടിലാണ്. ഏതായാലും നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ശോഭ. ഇന്ന് ശരിക്കും രാവിലെ എന്താ സംഭവിച്ചതെന്നൊന്ന് പറയാം ആദ്യം. രാവിലെ സാധാരണ പുറത്തുള്ള ആൾക്കാർ പോകുന്നത് പോലെ അവരുടെ തൊഴിലെടുക്കാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും കൂടി സ്കൂട്ടിയിൽ വന്നതാണ്. അപ്പോൾ സ്കൂട്ടിയിൽ വന്ന് ഇന്നലെ അന്നത്തെ നമ്മുടെ അച്ഛനും അമ്മയും മരിച്ചപ്പോഴുള്ള യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആനേനെ ഓടിക്കുന്ന ദൗത്യം 2 ദിവസമായി നടക്കുന്നു. ആ നടന്ന സമയത്ത് ഈ ആനേനെ ഓടിക്കുന്നത് വനത്തിലാണ് കയറ്റുന്നതെന്നുള്ള ഒരു തെളിവും ഇവിടെയുള്ള പാവങ്ങൾക്ക് കിട്ടുന്നില്ല. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ ആനേനെ കൊണ്ടുവിടുന്നത്. ആനേനെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഒരു ഊണ ഉറക്കം, ഞാനും ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, ഊണോ ഉറക്കോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ RRT ഒരു ഉന്നത ഉദ്യോഗസ്ഥന്മാർ, വിവരമുള്ള ഉദ്യോഗസ്ഥന്മാർ കൂടി എടുക്കുന്ന ആലോചനയിൽ ഒരു ആനേനെ ഓടിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ മതിലോ അല്ലെങ്കിൽ ഒരു ഫെൻസിങ്ങോ ഒന്നുമില്ലാതെ കണ്ട് ഈ ആനേനെ ഓടിച്ചു കഴിഞ്ഞാൽ ഇത് വനത്തിൽ കയറുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ ഈ ഉന്നത അധികാരികൾക്ക് വിവരമില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ താമസിക്കുന്ന പാവപ്പെട്ട സ്കൂളിൽ പോകാത്ത ആൾക്കാർ പോലും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവർക്ക് പോലും അറിയാം ഇത് ഈ ആനേനെ ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ ഈ പൊരും വെയിലത്ത് ഈ ചൂട് സമയത്ത് ഒരു മനുഷ്യനായാലും അല്ലെ മൃഗത്തിനായാലും ഈ ചൂട് സമയത്ത് അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് അറിയുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഇത് ഇപ്പോൾ ഓരോരുത്തർ മരിക്കുമ്പോഴും ഇങ്ങനെയുള്ള ഉന്നതതല യോഗം കൂടുകയും അതുപോലെ മിനിസിൻ്റെ അകത്ത് എഴുതി പേപ്പറാക്കുകയും ജനങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഇതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകരുത്. ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. ഞാനൊരു ജനപ്രതിനിധിയാണ്, ഞാൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. അത് രാഷ്ട്രീയമോ ഒന്നും നോക്കുന്നില്ല. ഞാനിവിടുത്തെ താമസക്കാരിയുമാണ്. ഇവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ വളരെ വ്യക്തമായി എനിക്കറിയുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഇവിടുന്നൊക്കെ ആനേനെ ഓടിച്ചിട്ട് അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ ഇത്രയും വലിയ കോടികൾ മുടക്കിയ ഈ ഒരു RRT ഓഫീസ് ഇവിടെ ഉണ്ടാക്കുമ്പോൾ എന്തിന് ഞങ്ങൾ ഈ പേടിച്ച് കഴിഞ്ഞ് അവർ ജനങ്ങൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ, ആവാസ സ്ഥലങ്ങളിലേക്ക് ഈ ആനയിൽ വിടുമ്പോൾ നമ്മൾ എന്തിനാണ് അവിടെ കിടക്കുന്നത്? ഈ RRT ഓഫീസിൽ വന്ന് കിടക്കുന്നതല്ലേ സുഖം. ഞങ്ങളെ വീടുകളൊന്നും ടൈലോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. 1-1.5 ലക്ഷം 2.5 ലക്ഷം രൂപയുടെ വീടുകളാണ് നമ്മളുള്ളത്. ഇത് നമുക്ക് സ്വപ്നം കാണാത്ത കെട്ടിടങ്ങളാണിത്. ഈ കെട്ടിടത്തിൽ വന്ന് നമ്മൾ അന്തി ഉറങ്ങുന്നതല്ലേ നല്ലത്. ഞങ്ങളിവിടെ ഇതിനൊരു ഫെൻസിങ് ഇടുകയോ അല്ലെങ്കിൽ ഈ മതിപ്പാടിളകി ആനയെ വെടിവെക്കുകയോ മയക്കി വെടിവെച്ച് ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയില്ലാത്ത പക്ഷം ഞങ്ങളുടെ ഭക്ഷണം വെച്ച് ഞങ്ങളിവിടെ നല്ല സുന്ദരമായ കെട്ടിടത്തിൽ ജീവിക്കാൻ തന്നെയാണ് ഇവിടുത്തെ കുടുംബങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുള്ളിലെ ജനങ്ങൾ തേച്ച് ഇങ്ങോട്ടേക്ക് വരും. ഈ ജനങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ ഇതിനൊരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മുഴുവൻ കുടുംബങ്ങളെയും കുഞ്ഞു കുട്ടികളെ അടക്കം ഞങ്ങൾ ഇവിടെ വന്ന് താമസിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ ആനയുടെ ഉപദ്രവം കൊണ്ട് മനുഷ്യനോ ഈ തെരുവ് നായയെ പോലെ ഇതിൻ്റെ ഉള്ളിൽ ആന നടക്കുകയാണ്. തെരുവ് നായയെ പോലെ ഈ മന്ത്രി വന്നു, വാക്കുകൾ പറഞ്ഞു, എല്ലാവരും വന്ന് വാക്കുകൾ പറഞ്ഞ് ഈ പേപ്പറുകൾക്ക് ഒന്നും ഞങ്ങളൊരു വില കൽപ്പിക്കുന്നില്ല. ഇനി കളക്ടർ വന്നു, ബഹുമാനപ്പെട്ട കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാനിവിടെ പറഞ്ഞു, ഇതാ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ ഒരു മരണം സംഭവിക്കും. എൻ്റെ നാക്കിൻ്റെ കുഴപ്പം എന്താണെന്നറിയില്ല. 2 ജീവനാ പെട്ടെന്ന് പൊലിഞ്ഞത്. ഇതിനു മുമ്പ് തന്നെ ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കളക്ടർ വന്നു. രാമു മരിച്ചപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടായത്. അന്ന് വലിയ പ്രേമലേഖനം എഴുതി തന്നു ഈ ആദിവാസികൾക്ക്. ഇന്ന കാര്യങ്ങൾ എന്ത് നടപ്പിലാക്കി? ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. ഇവിടെ ജനങ്ങളെ പൊട്ടരാക്കുന്നത് ഇനി അത് നടക്കില്ല. ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ഒരു പാഴ്മരം മുറിക്കാൻ ഇവർക്ക് പേപ്പറുകൾ എഴുതി ഇടണം. ആറളം ഫാമിൽ കോടികൾ മുടക്കിയിട്ടുള്ള മരങ്ങളെ മുറിച്ചു മാറ്റിയത്. അതിനൊരു പേപ്പറും ഇല്ല. അത് ഉന്നത അധികാരികൾ ഭരിക്കുന്ന സർക്കാർ അതൊന്നും അറിഞ്ഞിട്ടില്ല. അവർ കൊടികുത്തി സമരം നടത്തി, കുടിൽ കെട്ടി സമരം നടത്തി ഭൂമി വെക്കുന്നത് അവരറിയുന്നില്ല. ഇവിടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു പുനരധിവാസ മിഷനുണ്ട്, പട്ടിക വകുപ്പ് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനാണ് നോക്കുകുത്തിയായിട്ട് അവരിവിടെ ഇരിക്കുന്നത്? 5 വർഷമാണ് ഒരു പുനരധിവാസത്തിൻ്റെ മേഖലയിൽ ഇവിടെ താമസിക്കുന്ന ഗുണഭോക്താക്കൾക്ക് എല്ലാ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത്. അവരെന്താണ് ചെയ്തിട്ടുള്ളത്? ഞാനടക്കമുള്ള ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഒരു രാഷ്ട്രീയവും നോക്കാതെ ഞാൻ ഇന്ന് ഈ RRT ഓഫീസിൽ താമസിക്കാൻ തീരുമാനിച്ചത്. ഈ പരിക്ക് പറ്റിയ ആളുകളുടെ പേരെന്ന് പറയുമോ? പരിക്ക് പറ്റിയ ആളുടെ പേര് ഷിജു അമ്പിളി. അവരുടെ പരിക്ക് എങ്ങനെയാണ്? അവരുടെ പരിക്ക് എന്ന് പറഞ്ഞാൽ അവര് ഈ പരിക്ക് പറ്റിയ ആനയിൽ നിന്ന് രക്ഷ നേടാൻ ഒരു ജനങ്ങൾ പോലും താമസിക്കാത്ത സ്ഥലമാണ്. അവിടുന്ന് രക്ഷ നേടാൻ വേണ്ടി അവര് സ്കൂട്ടിയിൽ നിന്ന് മറിഞ്ഞ് വീണ് ആന ഓടിച്ചപ്പോൾ എങ്ങനെയാണോ അവര് കരയുന്ന ഒച്ച കേട്ടിട്ടാണ് ഞാൻ ഓടിയെത്തുന്നത്. പക്ഷേ അവർക്ക് അന്നേരം തന്നെ RRT എങ്ങനെയോ മണത്തറിഞ്ഞുകൊണ്ട് എല്ലാ പ്രാവശ്യമുള്ള ഒരു പ്രവണത അത് അവർ ആശുപത്രിയിലേക്ക് ഒളിച്ചു കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പരിക്ക് എന്താ ഇപ്പം പരിയാരം മെഡിക്കൽ കോളേജിൽ നല്ല ചികിത്സിക്കുന്നുണ്ട്. നല്ല വിദഗ്ധ ചികിത്സ കിട്ടുന്ന വലിയ ആശുപത്രിയിൽ കൊണ്ട് എല്ലാവരും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വൈഷ്ണവ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അവസ്ഥ ഞങ്ങളുടെ മകനാവൻ 10, 20, 21 കുടുംബത്തിന്റെ അത്താണിയാ. ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊക്കെ ഒന്ന് ചെന്ന് നോക്ക്. തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇപ്പം ആരെങ്കിലും?
ഇവിടുത്തെ ജനങ്ങൾ പിന്നെ അച്ചാറ് ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടല്ലാണ് അവർക്ക് പൈസ പിരിച്ചു കൊടുത്ത് അവരുടെ ചികിത്സ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ 2 ആളും മരിച്ചു, ഇനി 10 ലക്ഷത്തിന് ചെക്ക് കൊടുത്തു, ഇനി ഒരു 10 ലക്ഷം കിട്ടണമെങ്കിൽ നാളുകൾ കഴിയണം. അതിൻ്റെ പേപ്പർ ആക്കി കൊടുക്കാൻ പോലും ഈ പട്ടികവർഗ വകുപ്പിനൊന്നും ഒന്നുമില്ല. അവരെന്തിനാ ഇങ്ങനെ മാളത്തിൽ ഒളിക്കുന്നേ? ഇവിടെ താമസിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കാതെ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് പുറത്തുനിന്നുള്ളവർക്ക് ഭൂമി കൊടുക്കാൻ ഇപ്പോൾ തയ്യാറാവുന്നത്? ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ചേച്ചി, അവർക്ക് എന്താ ശരിക്കും എന്ത് പരിക്കാണ് ശരിക്കും പറ്റിയത്? അവരുടെ കാലൊക്കെ ഒടിഞ്ഞത് നമ്മൾ കണ്ടില്ലല്ലോ, കാണാൻ അവർ അനുവദിച്ചിട്ടില്ല, അവരൊക്കെ എടുത്ത് ഓടിയില്ലേ. ഇപ്പം പരിഹാരത്താണുള്ളത്. ഇപ്പം പരിഹാരത്താണുള്ളത്. അപ്പോൾ ഈ ആർല ഫാം 13-ാം ബ്ലോക്കിലാണ് ഞാനിവിടെ താമസിക്കുന്നത്. 13-ാം ബ്ലോക്ക് 308-ാം പ്ലോട്ട് നമ്പറിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് ഇന്ന് വരെ ഞാനിപ്പോൾ കയ്യേറ്റ ഭൂമിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പക്ഷേ ഇന്നും വന്യമൃഗത്തെ പേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഇന്നലെ മിഞ്ഞാന്ന് ഒരു മരണം നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അധികാരികൾ വന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ തരുന്ന വാക്കുകൾ വെറും അത് ഒരു ഉറപ്പില്ലാത്ത ഒരു വാക്കുകളാണ് ഇപ്പോൾ അവർ തന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യും, 3 മാസം കൊണ്ട് ആനമതിൽ പൂർത്തീകരിക്കും. ഇതിൻ്റെ അനാസ്ഥ എന്ന് പറയാൻ കാരണം ഒന്ന് പട്ടികവർഗ വകുപ്പും ഒന്ന് വനവകുപ്പിൻ്റെയും ഒന്ന് റവന്യൂ വകുപ്പിൻ്റെ അനാസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ കാലങ്ങളായി ഇത് തുടർന്ന് കൊണ്ടേയിരിക്കുക. കാരണം എനിക്ക് പറയാനുള്ളത് ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ അന്ന് ആ 2 ദമ്പതികൾ മരിച്ച് ഞങ്ങൾ അവിടെ സമരിച്ച് ഞങ്ങൾ പ്രതിഷേധമാണ്. അവർക്ക് വേണ്ടിയുള്ള അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടുള്ളൊരു പ്രതിഷേധമാണ് ഞങ്ങളവിടെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്കും ഞങ്ങൾക്ക് അവിടെ ഒറ്റക്കെട്ടായി നിൽക്കുവാൻ കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ അതിൽ തന്നെ ഇവിടെ അതിൽ തന്നെ ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും. കാരണം ഞങ്ങൾ രാഷ്ട്രീയം നോക്കുന്നില്ല, രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. കാരണം ഞങ്ങളാണ് ഇവിടെ ജീവിക്കേണ്ടത്. ഞങ്ങൾ ആർലം ഫാമിന് ഞങ്ങൾക്ക് ആദിവാസികൾക്ക് 1 ഏക്കർ ഭൂമി തന്നു. അവിടെ ഒരു വാഴ വെച്ചിട്ട് ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ ശല്യം ഇപ്പോൾ പിന്നെ തുടർന്നു കൊണ്ടിരിക്കും. കാരണം 10 വാഴ വെച്ചാൽ ആദിവാസികൾ രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പിന്നെ ഇതിനെ ഈ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ആനയൊന്നും തുരത്താത്തതും. കോടിക്കണക്കിന് ഫണ്ടുകൾ ആദിവാസികളുടെ പേരിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഫണ്ട് മൊത്തം ആദിവാസികളുടെ പേരിൽ തന്നെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? അത് എതിലൂടെയൊക്കെ പോകുന്നു? ഇപ്പോൾ ഇവിടെയൊക്കെ അനേക ബിൽഡിങ്ങുകളിലെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതൊന്നും പിന്നെ പ്രവൃത്തി നടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ആർക്ക് വേണ്ട? ഇത് ഞങ്ങളുടെ ജീവിത ഉന്നമനത്തിന് വേണ്ടിയാണോ? ഇനി വെറുതെയാണ് പിന്നെ ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ കെട്ടിക്കൂട്ടിയെന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാവരും, എനിക്ക് പറയാനുള്ളത് എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ വന്നിരിക്കണം. കാരണം ഞങ്ങൾ മാത്രമല്ല ഇവിടെ താമസിക്കുന്നത്. ഇവിടെ എല്ലാവരും ഇനിയിപ്പോൾ ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത് ഞങ്ങൾ മുമ്പോട്ട് തന്നെ ഈ സമരം ഇവിടെ കൊണ്ടുപോയിരിക്കും. കാരണം ഞങ്ങൾ രാഷ്ട്രീയം നോക്കുന്നില്ല, ഞങ്ങൾ ആദിവാസികൾ ഒറ്റക്കെട്ടായി നിൽക്കും. കാരണം ഇത് ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം വെച്ച് കുടിൽ കെട്ടി വേണം ഞങ്ങൾ താമസിച്ച് ഇത് ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകും. ഇതിന് തീരുമാനമാകുന്നത് വരെ, സർക്കാർ പറഞ്ഞ വാക്ക് ഇവിടെ പാലിക്കപ്പെടുന്നത് വരെ, തൂക്ക് ഫെൻസിങ്ങും അതുപോലെ ആനമതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് വരെ, പിന്നെ ഈ ഉപദ്രവകാരിയായ ആനയെ ഇവിടുന്ന് തുരത്തുന്നത് വരെ ഞങ്ങൾ ഇവിടെ സമരം തന്നെ ചെയ്യും. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇതിന് മുൻപിൽ ഞങ്ങൾ നിൽക്കുകയും ചെയ്യും. പാവങ്ങളുടെ ജീവൻ വെച്ച് സർക്കാർ തമാശ കളിക്കരുത്. കാരണം ഇന്നലെയല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. 20 വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇത് എനിക്ക് പറയാനുള്ളത് 3 വകുപ്പിൻ്റെ അനാസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടച്ച കണ്ണൊന്ന് തുറന്നാൽ അത്രയ്ക്കും നല്ലത് എനിക്ക് പറയാനുള്ളത്. ഇത് ആർലം ഫാം പുനരധിവാസി മേഖല ഒരുപാട് ആദിവാസികൾക്ക് 2004 ഗവൺമെൻറ് കൈവശരേഖ കൊടുത്തതാണ്. ഇപ്പോൾ ഈ ആനയുടെ ശല്യം കൂടിയതോടുകൂടി കുറേ കുടുംബങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. അത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഒരു അനാസ്ഥയായിരുന്നു. ആന ശല്യ കാരണം കൊണ്ട് മിക്ക ആളുകൾക്ക്, ഇവിടെ താമസിക്കുന്ന ആളുകൾക്കൊന്നും രാത്രിയും പകലും ഒരു പണിക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയായി. അതിന്ന് കാണാനും ഇടയായി. ഇന്ന് 2 പേര് കാലത്ത് പണിക്കങ്ങനെ പോയ സമയത്ത് രാവിലെ സ്കൂട്ടിൽ പോകുമ്പോൾക്ക് ആന അവരെ വയലിൽ തടഞ്ഞ് എടുത്തെറിഞ്ഞ് അവർക്ക് അതിൻ്റേതായ പരിക്കുകളുണ്ടായി. ഇപ്പോൾ ഈ 2 ദമ്പതികളും പരിയാരം മെഡിക്കൽ കോളേജിലാണുള്ളത്. അവരുടെ പരിക്ക് എത്രമാത്രം ഉണ്ട് അത് ഡോക്ടറിനെ അറിയാൻ പറ്റും. ജീവൻ തിരിച്ചു കിട്ടിയാൽ നല്ലത്. പിന്നെ എത്രയും പെട്ടെന്ന് ഈ ആനയുടെ മതിൽ ഉടനടി പൂർത്തിയാക്കാൻ വേണ്ടി ഗവൺമെൻറ് അതിൻ്റെ എല്ലാവിധ നടപടികളും കൈക്കൊള്ളുക. ആനമതിൽ പൂർത്തീകരിച്ചാൽ കുറേ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു മാറ്റമുണ്ടാകും. അല്ലാത്ത പക്ഷം ആദിവാസികളുടെ ജീവൻ അപകടത്തിലാവും. ഓരോ ആദിവാസികളും, നമ്മൾ ഇന്ന് കാണുന്ന ആദിവാസികൾ നാളെ മരിക്കാനിടയാകും. അപ്പോൾ വന്യമൃഗത്തിൽ നിന്ന് ആദിവാസികളെ രക്ഷിക്കുക. അത് വനമന്ത്രിയാണെങ്കിലും വനവകുപ്പിൻ്റെ പിന്നെ DFO ആണെങ്കിലും റേഞ്ചർ ആണെങ്കിലും അവരുടെ ഒട്ടുമിക്ക അതിൻ്റെ വകുപ്പുകളൊക്കെ തന്നെ ഈ ആർലം ഫാം സന്ദർശിക്കുകയും ഇവിടെ നിന്നുകൊണ്ട് ഈ ആനകളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് ആനകളെ തുരത്തിയാൽ മാത്രം പോരാ,
ആറളം ഫാമിലെ പുനരധിവാസി മേഖലയിൽ നിന്ന് ആനകളെ കാട്ടിൽ കയറ്റി വിടണം. ഇപ്പോഴും ആന ഇവിടെ തന്നെയാണുള്ളത്. ഇന്നലെ മുതൽ ആനയെ തുരത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആനയെ ഓട്ടിക്കുന്ന ഒരു ദൗത്യ സംഘമുണ്ട്, RRT. ആ സ്കീം, ആ ടീമിൽപ്പെട്ട ആളുകൾ ആനയെ ഓട്ടിക്കാൻ തുടങ്ങി. പക്ഷേ അവർ ഓട്ടിച്ചിട്ടും കാര്യമില്ല, അതിനൊരു ഫലപ്രദമാകുന്നില്ല, നടപടി ഉണ്ടാകുന്നില്ല. അവരിപ്പം വായിക്കുമ്പോൾ ആന 1 മണിക്കൂറിൻ്റെ ഇടയിൽ തന്നെ വീണ്ടും തിരിച്ച് ആറളം ഫാമിലേക്ക് തന്നെ വരുന്നതാണ്. അതായത് ഇവർ വനത്തിലേക്ക് തിരിച്ചു വിടുന്നില്ല, വനത്തിലേക്ക് ഈ ആനകളെ കയറ്റി വിടുന്നില്ല. കുറച്ച് കാട് കാണുന്നിടക്കെ ആനയെ തട്ടി വിട്ടിട്ട് വരുവാണ്. അതുകൊണ്ട് പരിഹാരമാകുന്നില്ല. ആനയെ പരിപൂർണമായിട്ടും ഇവിടെ നിന്ന് തുടച്ചു നീക്കണം. ഒന്നെങ്കിൽ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ, കാട്ടിലേക്ക് ഇവിടുന്ന് ആനയെ കയറ്റിവിടാൻ പറ്റുന്നില്ലെങ്കിൽ, ഇവിടുത്തെ ആളുകളുടെ സംവിധാനം ഉപയോഗിച്ച് വനവകുപ്പിൻ്റെ എല്ലാവിധ വകുപ്പുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആനകളെ ലോറിയെ വരുത്തിക്കൊണ്ട് ലോറിയിൽ കയറ്റി വിടുക, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് തട്ടുക, എങ്കിലും ഇവിടെ പരിഹാരമാകും. ഒന്നെങ്കിലും അതിൽ പരിഹാരമാകുന്നില്ലെങ്കിൽ ഈ ഒരു വഴിയുള്ളൂ. ലോറി കൊണ്ടുവരിക, ആന ഇവിടുന്ന് കയറ്റി കൊണ്ടുപോവുക, എവിടെയാണെന്ന് വെച്ചാൽ മുത്തങ്ങയിലോ ഇവരുടെ ആന സവാരി കേന്ദ്രങ്ങളിലോ വന്യജീവി സങ്കേതത്തിലോ ഇവിടെയെങ്കിലും കൊണ്ട് തട്ടുക, എങ്കിൽ ഇവിടെ പരിഹാരമുണ്ടാകും, അതിനുള്ള മാറ്റം ഉണ്ടാകും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഉടനടി വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉടനടി ഇതിനുള്ള പരിഹാരം ഉണ്ടാവണം. അല്ലാത്ത പക്ഷം ഈ പ്രക്ഷോഭം ഉണ്ടാവും, ഉപരോധം ഉണ്ടാവും. ആളുകൾ ഇവിടെ വന്ന് ഈ RRT ടീമിൻ്റെ ഓഫീസിൽ ഇവിടെ കുത്തിയിരിക്കും. ഇവിടെ മാത്രമേ നമുക്ക് പരിഹാരമുള്ളൂ. ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതമുണ്ട്, നല്ല വാതിലുണ്ട്. നമ്മുടെ വീടിനാണെങ്കിൽ ഉറപ്പുള്ള വാതിലില്ല. അതൊക്കെ ഇതിനു മുമ്പും ആന വാതിലുകൾ കുത്തിപ്പൊളിച്ചിട്ടുണ്ട്, വീടിൻ്റെ സൈഡുകൾ പൊളിച്ചിട്ടുണ്ട്, അതൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ RRTൻ്റെ ഒരു സേവനം നമുക്ക് കിട്ടും, സഹായം കിട്ടും. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇപ്പോൾ ആദിവാസി പുനരധിവാസ മേഖലയിൽ ഈ വന്യമൃഗങ്ങളുടെ അതിക്രമം വളരെ രൂക്ഷമായ രീതിയിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആറളം ഫാമിനെ സംബന്ധിച്ചിടത്തോളം ആദിവാസികൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ആണ് സർക്കാർ 1 ഏക്കർ ഭൂമി വീതം AK ആൻ്റണി സർക്കാരുള്ള സമയത്ത് ഇത് വിതരണം ചെയ്തത്. ആ സമയത്തെല്ലാം ഇത്രയും വലിയൊരു പ്രശ്നം ഞങ്ങൾ നേരിട്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ടാണ് ഈ ആനേൻ്റെ ശല്യം വളരെ കൂടുതലായിട്ട് നമ്മുടെ ഈ മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. പല മരണങ്ങളും ഇവിടെ സംഭവിച്ചിട്ടും ഇതിന് വേണ്ട നടപടി സർക്കാർ ഭാഗത്തു നിന്ന് പേപ്പറിലും വാക്കിലും ഒതുങ്ങുന്നതല്ലാണ്ട് നമ്മുടെ മേഖലയിൽ ഇതിന് വേണ്ട നടപടികളോ ഒന്നും സ്വീകരിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. 2-3 ദിവസം മുന്നേ കഴിഞ്ഞ വെള്ളിയേട്ടനെയും അതേ ലീലമ്മനെയും ആന ചവിട്ടിയ കൊന്ന ഒരു അവസ്ഥയുണ്ടായി. അതിദയനീയമാണ്. ആ മരണത്തോടുകൂടി ഏകദേശം 16 ആദിവാസി ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഇവിടെ മരണത്തിന് ഇടയായത്. അപ്പോൾ ഇതൊക്കെയും സർക്കാരിന് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമേ ഇതിനെ അവിടെ ഒരു സർവകക്ഷി യോഗം കൂടി അല്ലെങ്കിൽ ഒരു മന്ത്രി വന്ന് ആ രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല ശ്രമങ്ങളും നടത്തുന്നതല്ലാണ്ട് മറ്റുള്ള ഒരു പ്രവൃത്തി നമ്മുടെ ഈ ഞങ്ങൾ ആദിവാസികൾ പാവങ്ങളായ ആൾക്കാർ താമസിക്കുന്ന ഈ ഒരു മേഖലയിൽ കാണാൻ സാധിക്കുന്നില്ല. ഒരു സൗകര്യം അവിടെ ചെയ്തു കൊടുത്തിട്ടില്ല. റോഡില്ല, കുടിവെള്ളമില്ല, അങ്ങനെ മറ്റ് പല സൗകര്യങ്ങളും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല. ഞാനെല്ലാം താമസിക്കുന്നത് നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ്. അവിടെ ഏകദേശം നിങ്ങൾക്ക് ഏകദേശം ഈ റിപ്പോർട്ടുകാർക്ക് വന്ന് ആ ഭാഗം ഒന്ന് പരിശോധിച്ചാൽ അറിയാം അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. പല തവണയായിട്ട് ആനേൻ്റെ മുന്നിൽപ്പെട്ടിട്ട് അങ്ങനെയെല്ലാം ഓരോ ദിവസവും തള്ളി നീക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എന്നിട്ട് അവിടുത്തെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് പല തവണയായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മുടെ ഭൂമി മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് പല തവണയായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് വിവരം അറിയിച്ചിട്ട് പോലും അതിനൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 2 പുലി നമ്മുടെ വീടിനോട് അടുത്ത് കയറി ഒരു വിഷയമുണ്ടായി. ആ വിഷയത്തിൽ തന്നെ വളരെ പ്രതിഷേധാർഹമായിട്ട് തന്നെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 3-4 തവണ 3 ദിവസം അവിടെ അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അവിടെ 2 ക്യാമറ സ്ഥാപിച്ചു. ക്യാമറ സ്ഥാപിച്ചു അല്ലാണ്ട് ആ ക്യാമറയിലുള്ള സംഭവം അതിൻ്റെ ദൃശ്യം ഞങ്ങൾക്ക് മുഖാന്തരം നമുക്ക് കാട്ടി തന്നിട്ടില്ല. അവരെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അത് പരിശോധിച്ചിട്ട് അവിടെ ഇങ്ങനത്തെ ഒരു മൃഗം വന്നിട്ടില്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു സംസാരമാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമീപനമാണ് നമ്മുടെ സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആദിവാസികൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആറളം ഫാമിനകത്ത് ഏകദേശം 3500 ഏക്കർ സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്.
ആ 3500 ഏക്കർ കാർഷിക മേഖലേൻ്റെ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആദിവാസികൾക്ക് 1 ഏക്കർ പിന്നെ ഭൂമി കൊടുത്ത് ഇവിടെ പുനരധിഷ്ഠിച്ചെങ്കിലും അവർക്ക് പിന്നെ ഓരോ കുടുംബത്തിനും ഇവിടെ സർക്കാർ ആ പിന്നെ കരാർ വ്യവസ്ഥയിൽ അവർക്ക് പിന്നെ ആവശ്യമായ തൊഴിലിനും അവരുടെ കുട്ടികളുടെ പഠനത്തിനും ഉള്ള ഉപജീവനം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ മറ്റേ 3500 ഏക്കർ മാറ്റിവെച്ചത്. ഇപ്പോൾ എത്രത്തോളം 100 ഏക്കറോളം പിന്നെ നമ്മുടെ പിന്നെ കവുങ്ങും പിന്നെ തെങ്ങും നിരന്തരം ഇപ്പോൾ ആന നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അത് തീർന്നപ്പോൾ മറ്റ് കശുമാവിനെയും മറ്റ് കൊക്കോ ഇതിനെല്ലാം പിടിച്ച് പിന്നെ മറിച്ചിടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവിടെ ജീവിക്കാൻ തന്നെ വളരെ പ്രയാസപ്പെട്ട ഒരു പിന്നെ രീതിയിലേക്കാണ് പോകുന്നത്. ചേട്ടൻ പേരെങ്ങനെയാ? എൻ്റെ പേര് കെ കേളപ്പൻ. ഇവിടെ എന്താട്ടെ ഇപ്പോൾ ഭയങ്കര പ്രശ്നം തന്നെയല്ലേ? പ്രശ്നം തന്നെയാണ്, 100% ഇവിടെ പ്രശ്നം തന്നെയാണ്. ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. മൃഗങ്ങളും മനുഷ്യരും സഹവാസം എന്ന് പറയുന്നത് വളരെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപും 10-15ഓളം ആളുകളെ ആനയായിട്ടും മറ്റ് മൃഗങ്ങളായിട്ടും അവർ മരണം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 2 ദമ്പതികളെ ഒരാഴ്ച ആയതേ ഉള്ളൂ 2 ദമ്പതികളെ ദാരുണമായ രീതിയിൽ ആന ചവിട്ടി കൊലപ്പെടുത്തിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ 2 ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ ഓട്ടോയിൽ ബൈക്കിൽ ജോലിക്ക് പോകുമ്പോൾ ആന തട്ടി അവരെ മറിച്ചിട്ടു. അവർക്ക് ദൈവാനുഗ്രഹം കൊണ്ട് മരണം സംഭവിച്ചില്ല. എങ്കിലും അവർക്ക് മാരകമായ പരിക്കുകളാണുള്ളത്. അവരെ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജീവിക്കുന്ന ആളുകൾ ആദിവാസികളാണ്. ഈ ആദിവാസികൾ മനുഷ്യരാണ്. അവർ മനുഷ്യരെന്ന നിലയിൽ ആ രീതിയിൽ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാ തലങ്ങളിലും, ഉദ്യോഗസ്ഥ തലങ്ങളിലും മന്ത്രി തലങ്ങളിലുമൊക്കെ ഉണ്ടാകണം. കാരണം ഇവിടെ ആനമതിൽ 52 കോടി പാസ്സായിട്ട് വർഷങ്ങളായി. ആ വർഷങ്ങളായിട്ട് 4 കിലോമീറ്ററാണ് ഈ 1.5 വർഷത്തിനുള്ളിൽ പണി തീർക്കാൻ കഴിഞ്ഞത്. ബാക്കി 6 കിലോമീറ്ററും ഇനി പണി തീർക്കാനാണുള്ളത്. ഒരു വിശ്വാസമുണ്ടായിരുന്നു, ആ മതിലുകൾ തീർന്നു കഴിഞ്ഞാൽ ആനകളെ ഈ മതിലിന് പുറത്ത് ഒഴിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ആളുകൾക്ക് മനസമാധാനത്തോടെ കുട്ടികളെയും അതുപോലെ തന്നെ എല്ലാവർക്കും തൊഴിലിന് പോകാനും അതുപോലെ സ്കൂളിൽ വിടാനും മറ്റ് പറമ്പിൽ പണിയെടുക്കാനും കൃഷി ചെയ്യാനും ഒക്കെ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ ഒരു കാഴ്ചപ്പാടുമില്ലാതെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കളി ഇതിനകത്തുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആനമതിൽ നിർമ്മിക്കുമ്പോൾ അവർ സ്റ്റേ കൊടുക്കാനും അതുപോലെ മരങ്ങൾ മുറിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ ഇത് കണ്ടമാനം വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്ന സംരംഭങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് കാണാൻ കഴിയുന്നത് ഈ ആദിവാസികളെ മനുഷ്യരായി കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. ഞാൻ പറയുന്നു, അവരും മനുഷ്യരാണ്. ഉദ്യോഗസ്ഥരായാലും ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും മന്ത്രിസഭയായാലും നമുക്കറിയാം, കേളു നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ആളാണ്. അയാൾ പട്ടികവർഗ വകുപ്പിലെ മന്ത്രിയാണ്. പക്ഷേ അയാൾ പോലും മാർച്ച് 31 പണി തീർക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ വില കൽപ്പിക്കാൻ പോലും ഇവിടെയുള്ള കോൺട്രാക്ടർമാരോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ മെനക്കെടാറില്ല എന്നുള്ളതാണ്. ഒരു മന്ത്രി പറഞ്ഞാൽ ആ മന്ത്രിയുടെ വാക്കിന് വില കൽപ്പിക്കണം. അത് ആദിവാസി മന്ത്രിയായാലും മറ്റു മന്ത്രിമാരായാലും അതിന് വില കൽപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളും ഈ നാട്ടിലെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഇവർ ബാധ്യസ്ഥരാണ്. ആ ബാധ്യസ്ഥരായാൽ മാത്രമേ ഇവിടെ മാനവും മര്യാദയായിട്ട് ആദിവാസികൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഒരു കപ്പയോ ചേമ്പോ ചേനയോ ഒന്നും വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്നില്ല. മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനൊരു ശരിയായ രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് ഈ ഉദ്യോഗസ്ഥ ബന്ധങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മനുഷ്യരാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, അവർക്കും ജീവിക്കണം, അവർ വളർന്നു വരുന്ന സമൂഹം തലമുറയും ജീവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. ദൈവത്തെ ഓർത്ത് ഇനിയൊരു മനുഷ്യനിവിടെ ആനയുടെയോ മറ്റു മൃഗങ്ങളുടെയോ ആക്രമണത്താൽ മരണപ്പെടാതെ ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഉന്നത തലത്തിൽ ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വേളയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ആദിവാസി എന്ന നിലയിലും സാമൂഹിക രംഗത്തും ഒക്കെ പ്രവർത്തിച്ച ആളെന്ന നിലയിലും ഒക്കെ എനിക്കിത് വളരെ ദയനീയമാണ്. കാരണം ഇതൊക്കെ കണ്ടും കേട്ടും കഴിഞ്ഞിട്ടും ആർക്കും ആദിവാസി മന്ത്രിയല്ലാതെ മറ്റു മന്ത്രിമാർ, ഈയിടെ വനം വകുപ്പ് മന്ത്രി വന്നു,
വന്നിട്ട് പിന്നെ അയാൾ യുക്തമായ തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പിലാക്കി കിട്ടണം. തീരുമാനം എടുത്താൽ പോരാ, അത് നടപ്പിലാക്കി കിട്ടണം. അത് നടപ്പിലാക്കുന്നതിലാണ് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുക. അല്ലെങ്കിൽ വെറുതെ പാഴ്വാക്ക് പറഞ്ഞ് എത്രയോ വർഷങ്ങളായി, 10-20 വർഷത്തിന് മേലെയായി ഇവിടെ ആദിവാസി താമസിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും എല്ലാം പാഴ്വാക്കുകളാണ്. ഒരു വാക്കുകളും ഇന്നേപോലെ അവർ പറഞ്ഞത് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ആദിവാസികളായ ഞങ്ങൾക്ക് പോലും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകളും അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഒരു 4-5 ദിവസമായിട്ടുള്ളൂ ഇവിടെ തന്നെ 2 പേരെ കാട്ടാന അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് നമ്മളതിൻ്റെ വീഡിയോസൊക്കെ കണ്ടതാണ്. ഇന്ന് വീണ്ടും 2 പേരെയും കൂടെ ആന ആക്രമിച്ചിരിക്കുകയാണ്. ഒരാളെ ആന എടുത്ത് എറിഞ്ഞിട്ടൊക്കെയുണ്ട്. പരിക്കിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും അവരിവിടെ അടുപ്പ് കൂട്ടിയുള്ള സമരം ആണ് ഇപ്പോൾ പറഞ്ഞ പോലെ അവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത്, പ്രത്യേകിച്ച് ആർലംഭാവിലെ ജനങ്ങൾ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ വരുന്ന എപ്പിസോഡിൽ നിങ്ങൾ ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ നമ്മളതിൻ്റെ അകത്ത് ഒരു ആനമതിൽ കാണുന്നുണ്ട്. ആ ഒരു ആനമതിൽ എന്ന് പറയുന്നത് അടയ്ക്കാത്തോട് ഭാഗത്തുള്ളതാണ്. അപ്പോൾ ആ ഒരു ആനമതിലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആനമതിൽ വളരെ എന്താ പറയുക, വളരെ ഫലപ്രദമാണ്. വർഷങ്ങളായിട്ട് ആനകളുടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നൊരു പ്രദേശമാണ്. അവിടെ ഇപ്പോൾ ആനകളുടെ ഒരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. അവർക്ക് ആനമതിൽ പണിതതിന് ശേഷം അവർക്കിപ്പോൾ ഒരു പ്രശ്നം ആ ഭാഗത്തില്ല. ആ ആനമതിൽ വളരെ കൃത്യമായിട്ട് വളരെ ക്ലിയറായിട്ട് ഊരാളുങ്കൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അത് പണിതത്. വളരെ കൃത്യമായിട്ട് അത് പണിതുകൊണ്ട് ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഇപ്പോൾ അടയ്ക്കാത്തോട് ഭാഗത്ത് ആനയുടെ ബുദ്ധിമുട്ടില്ല എന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നാളത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നെയാണ് അതെടുത്തത്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആനമതിൽ വളരെ പ്രോപ്പറായിട്ട് വളരെ കൃത്യമായിട്ട് വളരെ പ്ലാനിങ്ങോടുകൂടി എന്താ പറയുക, അഴിമതിയൊന്നും ഇല്ലാതെ പണിയുവാണെങ്കിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പരിപാടി ആനേനെ ചെറുക്കാൻ ആനമതിൽ തന്നെയാണ്, അല്ലാണ്ട് സോളാർ ഫെൻസിങ് ഒന്നുമല്ല. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ലോ ആയിട്ടാണ് ഇവിടെ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ആനമതിൽ എത്രയും പെട്ടെന്ന് പണി തീർക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും. വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിലെ എപ്പിസോഡുകളിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.